തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ നഗരസഭയ്ക്ക് വലിയൊരു ഉദ്യമം തന്നെയാണ് ഈ പൊങ്കാല നടത്തിപ്പിന് ശേഷമുള്ള ക്ലീനിങ്, അങ്ങനെ വലിയൊരു യജ്ഞം തന്നെയാണ്. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. കാരണം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമെന്ന് പറയുന്നത് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വർക്ക് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള യജ്ഞം ആരംഭിക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 3000-ലധികം വരുന്ന ജീവനക്കാർ, നഗരസഭയുടെ സ്റ്റാഫും അല്ലാത്തവരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ശുചീകരണ പ്രവർത്തനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 150ഓളം വാഹനങ്ങൾ അതിൻ്റെ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരമാവധി പ്ലാസ്റ്റിക് കുറച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവലോകന യോഗം ചേർന്നുകൊണ്ട് പൊതുവിൽ കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായ പൊങ്കാലയായിരിക്കണമെന്നുള്ള ഡയറക്ഷൻ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഉള്ളൊരു കാലാവസ്ഥ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ചെറുതായി മഴയ്ക്കുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ ചൂടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നഗരസഭയുടെ ഏത് രീതിയിലാണ്? നമ്മൾ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ കുടിവെള്ള വിതരണം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയും അതിൽ നല്ല സഹകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും കുടിവെള്ളം എടുക്കുന്നതിനാവശ്യമായ ടാങ്കറുകൾ, അതുപോലെ തന്നെ അതിൽ ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ടാങ്കറിൽ വെള്ളം ഫില്ല് ചെയ്യുന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു അപകടമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ആംബുലൻസ് സംവിധാനവും ഓൺ കോളിൽ വരുന്ന രീതിയിൽ നമ്മൾ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നഗരസഭയും ആരോഗ്യവകുപ്പും അതിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ്. ഏതായാലും നഗരസഭയും പൂർണ്ണമായ തോതിൽ ഇതിനായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഏത് രീതിയിൽ നഗരത്തിൽ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചൂട് കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ചെറിയൊരു മഴയൊക്കെ രാവിലെ പെയ്തെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ്. അതിനും പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്.